ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടാവും, ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതല്ല എങ്കിൽ നിങ്ങൾ ചെക്ക് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോമിസറി നോട്ട്, അതല്ലെങ്കിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്നീ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ ആണ് അല്ലേ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് എന്നർത്ഥം. മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ പേരിൽ ഒരാളിന് ചെക്ക് ചെയ്ത് തന്നു, ആ ചെക്ക് എനിക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റും. അദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താലും അതിന് ക്യാഷ് കിട്ടും. ഇനി അയാൾ വേറൊരു വ്യക്തിക്ക് വേണമെങ്കിൽ കൈമാറ്റം ചെയ്യാം, അദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താലും അദ്ദേഹത്തിനും ക്യാഷ് കിട്ടും. അത് കിട്ടാത്ത ചില സാഹചര്യങ്ങളുണ്ട്, അത് വേറെ. എന്നിരുന്നാലും നെഗോഷ്യബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ളത് 1881. ഏത് വർഷം? 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. എന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് നിലവിൽ വന്നത് 1882 മാർച്ച് 1 81 ആക്ട് പാസ്സാക്കി 82 മാർച്ച് 1 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് നിലവിൽ വന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം 3 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ കേട്ടോ, പിന്നെയും ഒരുപാട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ NI ആക്ട് പ്രകാരം പറയുന്നത് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിലൊന്നാമത്താണ് പ്രോമിസറി നോട്ട്, മറ്റൊന്നാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, മൂന്നാമത്തതാണ് ചെക്ക്. പ്രോമിസറി നോട്ട്, ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് എന്നീ 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ജസ്റ്റ് ആദ്യം എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നോക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നോക്ക്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പാസ്സാക്കിയ വർഷം നമ്മൾ പഠിക്കണം. NI ആക്ട് എന്നും വേണമെങ്കിൽ അതിനെ പറയാം. NI ആക്ട് 1881. NI ആക്ട് നിലവിൽ വന്നത് 1882 മാർച്ച് 1 പക്ഷേ ഒരുപാട് കാര്യങ്ങളോ നിലവിൽ വന്നിട്ടുള്ളത് ഏപ്രിൽ 1 ആയിരിക്കും. ഏപ്രിൽ 1 കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 പക്ഷേ ഇത് നിങ്ങൾ മാർച്ച് തന്നെ ആയിട്ട് പഠിക്കണം, തെറ്റിക്കരുത്. 1882 മാർച്ച് 1 നിലവിൽ വന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് നിലവിൽ വന്നത്. നെഗോഷ്യബിൾ എന്നതിൻ്റെ അർത്ഥം, ദ ടേം നെഗോഷ്യബിൾ മീൻസ് ട്രാൻസ്ഫറബിൾ ബൈ ഡെലിവറി. അതായത് നമുക്ക് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എൻ്റെ പേരിൽ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, എനിക്കത് വേണമെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എൻ്റെ പേരിൽ ഒരു പ്രോമിസറി നോട്ട് ഉണ്ട്, അത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എൻ്റെ പേരിൽ ചെക്ക് ഉണ്ട്, അത് മറ്റൊരാൾക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റും. അതാണ് നെഗോഷ്യബിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മണി ഓർ ക്യാഷ് ഇക്വലൻ്റ് ആണ്. ക്യാഷ് ഇക്വലൻ്റ് ആണ്. അതാണ് ക്യാഷ് അല്ല, ക്യാഷിനോട് അനുബന്ധിച്ചുള്ള പ്രൊഡക്റ്റിനാണ് എന്താ പറയുക, ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയാം അല്ലേ. സാധാരണയായിട്ട് ലിക്വിഡ് അസറ്റ്, ബാങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാഷ് ഇക്വലൻ്റ് ആണ്. കാരണം എന്താ, നമുക്ക് ഏത് നേരത്ത് പോയി കഴിഞ്ഞാലും ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് ക്യാഷ് പോലെ തന്നെയല്ലേ അവിടെ കിടക്കുന്നത് അല്ലേ, അത് ക്യാഷ് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ക്യാഷ് തുല്യമായിട്ടുള്ള ഒരു വസ്തുവിനെയാണ് എന്ന് പറയാം ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയാം. അതുപോലത്തെ ഒന്ന് തന്നെയാണ് ഏത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ചെക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ ടൈം പോയി കഴിഞ്ഞാൽ ഏത് സമയത്ത് ആ ചെക്ക് ചെക്ക് മാറി ക്യാഷാക്കി മാറ്റാൻ പറ്റില്ലേ. അതുകൊണ്ട് ഒരു ക്യാഷ് ഇക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ മണി ഇക്വലൻ്റ് ആണ് ഏത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് guaranteeing the payment of a specific amount of money either on demand or at a set time. ഇതൊരു ഡോക്യുമെൻ്റ് ആണ്. ഈ ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തും, ഒരു സ്പെസിഫിക് എമൗണ്ട് അതിന് പേയ്മെൻറ്റ് നടത്തും. എന്നിട്ടോ either on demand or at a set time. ഒന്നെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈം ആകുമ്പോൾ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഒരു ചെക്ക് നമ്മൾ എഴുതി,
ചെക്കിൽ നമ്മൾ എന്ത് ചെയ്തു, എൻ്റെ പേരിൽ ചെക്കാണ്, ഞാൻ അതിൽ സൈൻ ചെയ്തു, ഇന്നയാൾക്ക് കൊടുക്കണം അല്ലേ, അയാളെ പേര് എഴുതി, എമൗണ്ടൊക്കെ എഴുതി. ഈ ഒരു സംഗതി ഒരു ഡോക്യുമെൻ്റ് അല്ലേ ഒരു ഡോക്യുമെൻ്റ് അല്ലേ? ഗ്യാരണ്ടി ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് എമൗണ്ട്. അയാൾക്ക് ക്യാഷ് കൊടുക്കണം ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നതല്ലേ അല്ലേ? ഞാൻ അയാൾക്ക് ക്യാഷ് കൊടുക്കുകയാണ്, അയാൾക്ക് ബാങ്ക് കൊണ്ടുപോയി തിരിയും, അതിൽ നിന്ന് ക്യാഷ് കിട്ടും. എയ്തർ ഓൺ ഡിമാൻഡ്, അയാളെ എന്ത് ചെയ്യാം, ആ ബാങ്കിൽ എപ്പോഴാണോ പോയി ആവശ്യപ്പെടുന്നത് അപ്പത്തിന് കിട്ടും. ഓർ അറ്റ് എ സെറ്റ് ടൈം, അല്ലെങ്കിൽ അതിൽ എപ്പോഴാണ് സെറ്റ് ടൈം വെച്ചിട്ടുള്ളത്, ബാങ്ക് പോയാൽ തന്നെ കിട്ടുള്ളൂ ചെക്ക് കേട്ടോ. സെറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റല്ലേ ഇട്ട് കൊടുത്തത്, ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ട് കൊടുത്തു. ഞാൻ ഇപ്പം ജനുവരി അല്ലേ, ഫെബ്രുവരി ഡേറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ അയാൾക്ക് ഫെബ്രുവരി ചെന്നാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, ക്യാഷ് കൊടുക്കുള്ളൂ. അതാണ് എന്നോട് ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് ഗ്യാരണ്ടി ചെയ്യുന്ന പേയ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് എമൗണ്ട്, ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഓഫ് മണി എയ്തർ ഓൺ ഡിമാൻഡ്, ഒന്നെങ്കിൽ അത് ഡിമാൻഡ്, അല്ലാതെ ബാങ്കിൽ പോയി കൊടുത്താലേ ഇത് കിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് വീട്ടിൽ കൊടുന്നിരുന്നില്ല. എയ്തർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ സെറ്റ് ടൈം, അല്ലെങ്കിൽ ടൈം എന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് കിട്ടും. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻ്റ് വിച്ച് ക്രിയേറ്റ്സ് എ റൈറ്റ് ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയുടെ ഫേവറിൽ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് ഏത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് ഗ്യാരണ്ടി ദ പേയ്മെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് മണി എയ്തർ ഓൺ ഡിമാൻഡ് ഓർ എ സെറ്റ് ടൈം വരെ പഠിക്കാം. എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ കൂടി പഠിക്കാം. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്റ്റിലെ സെക്ഷൻ 30 സെക്ഷൻ 13 എന്ത് ചെയ്യുന്നുണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ സെക്ഷൻ 13 ഓഫ് NE ആക്ട് ഡിഫൈൻ ചെയ്യുന്നതാണ്. എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ പ്രോമിസറി നോട്ട്. നാം നേരത്തെ പറഞ്ഞു 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതിലൊന്നാമത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് പേയബിൾ എയ്തർ ടു ഓർഡർ ഓർ ടു ബിയറർ. ഒന്നെങ്കിൽ പ്രോമിസറി നോട്ട് ആവാം, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവാം, അല്ലെങ്കിൽ ചെക്ക് എയ്തർ ടു ഓർഡർ ഓർ ടു ബിയറർ. ഒന്നെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ബിയറർ. അത് നമ്മൾ ചെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡ് പഠിക്കാണ്ട്, ഓർഡർ ചെക്ക് ഏതാണ്, ബിയർ ചെക്ക് ഏതാണെന്നൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്. ഡെഫിനിഷൻ പഠിക്കുമ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 13 ഓഫ് NI ആക്ട് 1881 a negotiable instrument means a promissory note, bill of exchange and check payable either to order or to bearer. എന്ന് പഠിച്ചു വെക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം പഠിക്കുക, ഇതും പഠിക്കുക. NI ആക്ട് 1881 ഗെയിമിൻ്റെ ഫോഴ്സ് 1882 മാർച്ച് 1 എന്ന് പഠിക്കുക. ഇനി ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രോമിസറി നോട്ട് ഉണ്ട് അല്ലേ, പ്രോമിസറി നോട്ട് ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ചെക്ക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാണ്ട്. പ്രോമിസറി നോട്ട് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ചെക്ക് എന്താണ്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാഷ് കൊടുക്കാണ്ട് അപ്പോൾ എ ഒരു ഡോക്യുമെൻ്റ് എഴുതിണ്ടാക്കിയിട്ട് പറയാണ്, ഞാൻ ബിക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം, ക്യാഷ് തരാമെന്ന് പറഞ്ഞ് അവർ സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ക്യാഷ് തരും എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് പ്രോമിസറി നോട്ട്. അതിൽ സ്റ്റാമ്പ് ഒട്ടി സൈൻ ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രോമിസറി നോട്ട്. അതായത് ഇല്ലാണ്ടിൻ്റെ സ്റ്റാമ്പ് നിർബന്ധമല്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കും, ആ ഡോക്യുമെൻറ്റിൽ ഞാൻ ബിക്ക് 25,000 രൂപ 31 മാർച്ച് 2021 ഇന്ന ഡേറ്റിന് കൊടുക്കും എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, പ്രോമിസറി നോട്ടാണ്. ആരാണ് ഇവിടെ സൈൻ ചെയ്തത്, ആരൊക്കെ കൊടുക്കാമല്ലേ, ബിക്ക്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇത് ബിക്ക് കൊടുത്തു, ഡോക്യുമെൻ്റ് ബിക്ക് കൊടുത്തു. ബി 3 മാസം കഴിഞ്ഞിട്ട്, 3 മാസം മീൻസ് ഈ മാർച്ച് 31 എന്ത് ചെയ്യാം, ഈ എക്കിനോട് പറയും, എന്താ നിങ്ങൾ പറഞ്ഞ ഡോക്യുമെൻ്റ് ഇതാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഇതാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ക്യാഷ് തരണം എന്ന് പറഞ്ഞ് അയാളെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങും. ക്യാഷ് കൊടുത്തില്ല എങ്കിൽ നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നേരിടാൻ പറ്റും. ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് ബിൻ്റെ കയ്യിലെത്തി, ബി എന്ന് പറയുന്ന വ്യക്തി സിക്ക് ക്യാഷ് കൊടുക്കാണ്ട് വിചാരിക്കാം. ഇതേ എമൗണ്ട് തന്നെ, ഇതിൽ 25,000 രൂപയാണുള്ളതെങ്കിൽ ആ 25,000 രൂപ തന്നെ ഇയാൾക്കും കൊടുക്കാണ്ട് വിചാരിക്കുക. ഈ ബി എന്ത്, ഇതേ സാധനം ഉണ്ടല്ലോ ഇയാളെ കയ്യിലിപ്പോൾ ഉണ്ടല്ലോ ഈ സാധനം, പ്രോമിസറി നോട്ട്, ഇതന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് കൊടുക്കാൻ പറ്റും. അയാൾ ഈ 3 മാസം കഴിഞ്ഞാൽ, അതായത് ഈ ഡേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സി എനോട് പറയും പൈസ തരാൻ. കാരണം
ഇപ്പം ആരുടെ കയ്യിലാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത്? പ്രോമിസറി നോട്ടുള്ളത് സീൻ്റെ കയ്യിലാണ്. സി മറ്റൊരാൾക്ക് ഡിക്ക് വേണമെങ്കിൽ കൈമാറാം. അങ്ങനെ കൈമാറാൻ പറ്റുന്നതിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് പ്രോമിസറി നോട്ട് എന്നോട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ 2 വ്യക്തികൾ തന്നെയാണ് ആദ്യം ഉണ്ടാവുക, എയും ബിയും. ഇവിടെ എക്ക് ബി ക്യാഷ് കൊടുക്കാണ്ട്, എക്ക് ബി ക്യാഷ് ഇങ്ങോട്ടാണ് കിട്ടാല്, ക്യാഷ് ഇങ്ങോട്ട് കിട്ടാണ്ട്, ഇവിടെ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു. അതെന്താണ്? പ്രോമിസറി നോട്ടാണ്. ഇവിടെ ബി എക്കാ ക്യാഷ് കൊടുക്കാനുള്ളത്. അപ്പോൾ എ എന്ത് ചെയ്യുകയാണെന്നറിയോ? ഇതേപോലെ ഡോക്യുമെൻ്റ് എഴുതിണ്ടാക്കി, നിങ്ങൾ ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ് ഒരു നേരത്തെ ഏതിൻ്റെ ഉണ്ടാക്കി കേട്ടോ, പുള്ളി ഏതിൻ്റെ ഉണ്ടാക്കണേ, നിങ്ങൾ ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു? ഡോക്യുമെൻ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് ഇയാൾ കൊടുത്തു, ബി കൊടുത്തു. ബി അത് സൈൻ ചെയ്തു. ബി ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് ആർക്കെന്നെ കൊടുത്തു? എക്കെന്നെ കൊടുത്തു. ഇപ്പോൾ ഡോക്യുമെൻ്റ് ആരുടെ കയ്യിലുള്ളത്? എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് എഴുതി ഉണ്ടാക്കുകയാണ്. എന്താണ്? ബി, നിങ്ങൾ എനിക്ക് ഇത്ര എമൗണ്ട് തരാണ്ടല്ലോ, ആ എമൗണ്ടിൻ്റെ ഡേറ്റ് തരണം. അതൊരു ഓർഡറാണ് അല്ലേ? തരണം എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ചെയ്യാണ്. എന്നിട്ട് അപ്പോൾ അത് ബി എന്ന് പറഞ്ഞ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യലും നിർബന്ധമായി? ആ ഡേറ്റിന് എമൗണ്ട് കൊടുക്കൽ നിർബന്ധമായി. ആ ഡോക്യുമെൻ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. എന്ത് ചെയ്യാണ്ട് സിക്ക് ക്യാഷ് കൊടുക്കാണ്ടെങ്കിൽ സിക്ക് ക്യാഷ് കൊടുക്കൽ പകരം എന്ത് ചെയ്യും? ഈ ഡോക്യുമെൻ്റ് കൊടുക്കും. അതങ്ങനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുക. അതായത് മനസ്സിലാക്കേണ്ടതാണ്, ക്യാഷ് കിട്ടാനുള്ള ആളാണ് എന്ത് ചെയ്യുക? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എഴുതിണ്ടാക്കുക. കൊടുക്കുന്ന ആളാണ്, തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോമിസ് നോട്ട് ചെയ്യുക. ചെക്ക് പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ സാധാരണ ബാങ്കിൽ കൊണ്ടുപോയിട്ട് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സെൽഫായിട്ട് വിഡ്രോ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ഉപയോഗിക്കും. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷനിൽ വന്നുകൊണ്ട് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, പേബിൾ എയ്തർ ടു ഓർഡർ ഓർ ടു ബിയറർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഒരാളെ കയ്യിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളത് എന്ത് ചെയ്തു? വേറെ ആൾക്ക് ക്യാഷ് കൊടുക്കാണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് സിക്ക് കൊടുക്കാം അല്ലേ? അല്ലെ ബി സി കൊടുക്കാം, സി ഡി കൊടുക്കാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റും. ഇവിടെ എ ബി കൊടുക്കാം, ബിക്ക് സി കൊടുക്കാം, അങ്ങനെ വേറെ ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും? കൈമാറാൻ പറ്റുന്നതാണ് ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നെഗോഷ്യബിലിറ്റി. നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ ചെയ്താലും അത് വാലിഡ് ആണെന്നാണ് അർത്ഥം. ട്രാൻസ്ഫർ ചെയ്യാമെന്നില്ല നമുക്കറിയാം. നെഗോഷ്യബിലിറ്റി പറഞ്ഞത് ട്രാൻസ്ഫർ ചെയ്താലും അത് വാലിഡ് ആണ്. ഇപ്പോൾ നമ്മൾ വേറെ കൊടുത്തു, ഇപ്പോൾ ചെക്ക് വേറെ കൊടുത്തു, അയാൾ ബാങ്കിൽ പോയി കൊടുത്താലും എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. നമ്മൾ ചെക്ക് കളഞ്ഞു പോയി, നമ്മൾ ചെക്കിൽ സൈൻ ചെയ്ത് വെച്ച് ഒരാളെ പേരും ഒക്കെ എഴുതി എന്ത് ചെയ്തു? നമ്മൾ പോണ വൈക്കുന്ന് അത് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ നമ്മളൊരു രാജു എന്നാണ് പേര് എഴുതിയത്, വേറെ ഏതോ രാജുവിനാണ് ആ അക്കൗണ്ട് കിട്ടിയത്, ആ ചെക്ക് കിട്ടി വിചാരിക്കുക. ആ രാജു ബാങ്ക് കൊണ്ടുപോയി കൊടുത്താലും രാജുവിന് ക്യാഷ് കിട്ടും. അതാണ് ട്രാൻസ്ഫറബിലിറ്റി, നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം അതിപ്പോൾ ഒരാൾ കളവ് പോയി, എന്നിട്ട് ബിക്ക് കളഞ്ഞിട്ട് ബി സി കൊടുത്തു, സിക്ക് കൊടുക്കാനുള്ള ആളായിരുന്നു, അയാൾ കൊടുത്തു. സി ഡി കൊടുത്തു, ഡി ബാങ്ക് കൊണ്ടുപോയി കൊടുത്താലും കിട്ടും. കാരണം അതിൻ്റെ നെഗോഷ്യബിലിറ്റി ഉണ്ട്. അത് ഇനി കളഞ്ഞു പോയാലും ശരി, എങ്ങനെയാണെങ്കിലും അത് ട്രാൻസ്ഫറായി വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് നെഗോഷ്യബിലിറ്റി ഉണ്ട്, അതിന് മുകളിൽ ക്യാഷ് കിട്ടും. അതുപോലെ തന്നെയാണ് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്കും ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഒന്നായിട്ട് എല്ലാം പാടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ഒന്ന് മനസ്സിലാക്കുക. നെഗോഷ്യബിലിറ്റി കളഞ്ഞു പോയി കണ്ട് ഒരാൾ കിട്ടിക്കഴിഞ്ഞാലും അത് വാലിഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്താണ് ഇൻ റൈറ്റിങ്. ഇത് ഓറലായിട്ട് പറഞ്ഞാൽ പോരാ, ഞാൻ ഇന്നൊരു എമൗണ്ട് എനിക്ക് തരാം എന്ന് പറയുന്നത് ഒരു എന്തല്ല നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. എഴുതിയിട്ട് തന്നെ ആയിരിക്കണം, റൈറ്റിങ്ങിൽ തന്നെ ആയിരിക്കണം. നാലാമത്തത് അൺകണ്ടീഷണൽ ഓർഡർ ഓർ പ്രോമിസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ഓർഡറാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസത്തിനുള്ളിൽ എനിക്ക് ഇത്രയും എമൗണ്ട് തരണം, ഓർഡറാണ്. പ്രോമിസറി നോട്ടിൽ പ്രോമിസാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഈ 3 മാസം കൊണ്ട് പൈസ തരാം എന്ന് പറഞ്ഞ് എ ബി കൊടുക്കല്ലേ, എ ബി കൊടുക്കുകയാണ്, പ്രോമിസാണ് വരുന്നത്. അതാണ് അൺകണ്ടീഷണൽ ഓർഡർ ഓർ പ്രോമിസ്. മറ്റൊന്ന് പേയ്മെൻറ്റ് ഓഫ് സെർട്ടൻ എമൗണ്ട് ഓഫ് മണി. അതിന് എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. 25,000 ആണ്, 25,000 തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഏതിലാണെങ്കിലും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും പ്രോമിസറി നോട്ടാണെങ്കിലും ചെക്ക് ആണെങ്കിലും ഒക്കെ അതിൽ 50,000 രൂപയാണ്, 50,000 തന്നെ ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും.
ടൈം ഓഫ് പേയ്മെൻറ്റ്, അതിൻ്റെ ടൈം ഉണ്ടാവും. ഇതിനൊക്കെ 3 മാസം വാലിഡിറ്റി ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഡേറ്റ് എഴുതി നമ്മൾ ജനുവരി 1/1/2021 എഴുതി കഴിഞ്ഞാൽ 3 മാസമേ വാലിഡിറ്റി ഉള്ളൂ. അതായത് മാർച്ച് 31 വരെ ആകുമ്പോഴേക്കും എന്തായി, അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. മാർച്ച് 31 കഴിഞ്ഞാൽ 3 മാസമായില്ലേ, അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ചെക്കിൽ 3 മാസം വാലിഡിറ്റി ഉള്ളൂ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസ് നോട്ടൊക്കെ പിന്നെയും 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടൊക്കെ അധികം കിട്ടും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയാനുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് മണിയാണ്. ടൈം ഓഫ് പേയ്മെൻറ്റ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. പേയ് മസ്റ്റ് ബി എ സെർട്ടൺ പേഴ്സൺ. പേയ് എന്ന് പറഞ്ഞാൽ ആരെന്നോ, ഈ എമൗണ്ട് കിട്ടുന്ന ആളാണ് പേയ്. പൈസ കിട്ടുന്ന ആളാണ് പേയ്. എ ബിക്ക് ഒരു ബില്ല് കൊടുത്തു, ബി സി കൊടുത്തു, സി ബാങ്ക് കൊണ്ടുപോയിട്ട് കിട്ടി, ക്യാഷ് കിട്ടി. ക്യാഷ് ആർക്കാണോ കിട്ടുന്നത് അവരാണ് പേയ് എന്ന് പറയുന്നത്. പേയ് ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് മസ്റ്റ് ബിയർ സൈൻ ഓഫ് ഹിസ് മേക്കർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും ശരി, പ്രോമിസറി നോട്ട് ആണെങ്കിലും ചെക്ക് ആണെങ്കിലും അത് നിർമ്മിക്കുന്ന ആൾ അതിലെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ആര് സൈൻ ചെയ്യും, ബീനെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. പ്രോമിസറി നോട്ടാണ് എ തന്നെ സൈൻ ചെയ്യണം, കാരണം നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ചെക്കിലും അതിൻ്റെ ഹോൾഡർ ആരാണോ അക്കൗണ്ട് ഹോൾഡറെങ്കിൽ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പറയുന്നത്. ഫ്രീലി ട്രാൻസ്ഫറബിൾ, ഫ്രീ ആയിട്ട് ആർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണ് നെഗോഷ്യബിലിറ്റി. എത്ര കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാലും അതിനെന്തുണ്ട്, വാലിഡിറ്റി ഉണ്ട്. റൈറ്റിംഗ് ഇത് എഴുതിയിട്ടായിരിക്കണം. അൺകണ്ടീഷണൽ ഓർഡർ ഓർ പ്രോമിസ്, ഒന്നെങ്കിൽ അൺകണ്ടീഷണൽ ഓർഡർ ആണ് അല്ലേ, എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ ഓർഡറാണ് നിനക്ക് തരണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രോമിസ് ആയിരിക്കണം എന്ത്, ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട്. അത് കണ്ടീഷൻ വെച്ചിട്ടൊന്നും ആയിരിക്കില്ല, അതാണ് അൺകണ്ടീഷണൽ. ജസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് മണി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. പേയ് ഒരു സെർട്ടൺ പേഴ്സൺ ആയിരിക്കണം. പേ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്ന ആൾ. പിന്നെ ഏതിലാണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും പ്രോമിസറി നോട്ടാണെങ്കിൽ ചെക്ക് ആണെങ്കിലും അതിലെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മേക്കർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ പഠിച്ചത്രേ ഉള്ളൂ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും. ഇനി ഓരോന്നോരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. 2 തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് നിങ്ങൾ അറിയണം. 2 തരത്തിലാണ്. ഒന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ബൈ ലോ, ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ബൈ ലോ. മറ്റൊന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ബൈ കസ്റ്റം ഓർ യൂസേജ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. എന്നാൽ യൂസേജ് അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് വരുന്ന ചില നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ വരുന്നതാണ് ഇവ. ആക്റ്റിൽ വരാതെ നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം, അതുപോലെ തന്നെ കോടതിയുടെ അംഗീകാരത്തോടൊക്കെ ഉപയോഗിക്കുന്ന ചില നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഇവ. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 3 തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ഇത് 3 മാത്രമേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പറയുന്നുള്ളൂ. സെക്ഷൻ 13 ഓഫ് NE ആക്ട് പറയുന്നുള്ളൂ. എന്നാൽ കോടതി റെക്കഗ്നൈസ് ചെയ്ത അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിൽ പറയുന്ന ചില നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടിയുണ്ട്. അത് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: ഹണ്ടീസ്, ബാങ്ക് ഡ്രാഫ്റ്റ്, ഡിവിഡൻഡ് വാറൻറ്റ്, പോസ്റ്റൽ ഓർഡർ, റെയിൽവേ റെസിപ്റ്റ്. ഏതൊക്കെയാണ്? ഹണ്ടീസ്, ബാങ്ക് ഡ്രാഫ്റ്റ്, നമ്മൾ ഡീഡൊക്കെ എടുക്കില്ലേ അത്, ഡിവിഡൻഡ് വാറൻറ്റ്, പോസ്റ്റൽ ഓർഡർ ആൻഡ് റെയിൽവേ റെസിപ്റ്റ്. ഇതിനെ കൂടി എന്ത് പറയുന്നുണ്ട്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ അത് പറഞ്ഞിട്ടില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ അത് പറഞ്ഞിട്ടില്ല. കോടതി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്റ്റിൽ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം വരുന്നതാണ്. ഇൻസ്ട്രുമെന്റ്സ് നെഗോഷ്യബിൾ ബൈ ലോ ആസ് പെർ NE ആക്ട് there are 3 types of negotiable instruments such as promissory note, bill of exchange, check. ഇത് 3 മാത്രമാണ് NE ആക്ട് പറയുന്നുള്ളൂ. രണ്ടാമത്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ബൈ കസ്റ്റം ഓർ യൂസേജ്. നമ്മൾ ഉപയോഗിച്ച് വരുന്ന ചില നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് പറയുന്നതാണ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് സ്റ്റേറ്റ് ദാറ്റ് ഇൻസ്ട്രുമെന്റ്സ് മേ ബി നെഗോഷിയേറ്റഡ് ബൈ കസ്റ്റം ഓർ ദെയർ നെഗോഷ്യബിലിറ്റി വിൽ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദി കോർട്ട്. കോടതി റെക്കഗ്നൈസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണലായിട്ട് അങ്ങനെ ഉപയോഗിച്ച് വരുന്ന ചില നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹണ്ടീസ്, ബാങ്ക് ഡ്രാഫ്റ്റ്, ഡിവിഡൻഡ് വാറൻറ്റ്, പോസ്റ്റൽ ഓർഡർ ആൻഡ് റെയിൽവേ റെസിപ്റ്റ്. അപ്പോൾ ഇതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. ലോയിൽ പറയുന്നത് 3 മാത്രമേ ഉള്ളൂ: പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ഇത് 3 മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള പ്രോമിസറി നോട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് പ്രോമിസറി നോട്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രോമിസറി നോട്ട് PBC 456
ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. PBC 456. P എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ട്, B എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലെ സെക്ഷൻ 4 ആണ് പ്രോമിസറി നോട്ട്, സെക്ഷൻ 5 ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ആണ് ചെക്ക്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ നമ്മൾ പഠിക്കണം. ഈ 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലേ ഉള്ളൂ സെക്ഷൻ പഠിക്കണം. PBC 456 എന്ന് പഠിച്ചാൽ മതി. PBC പ്രോമിസറി നോട്ട് 4, ബിൽ ഓഫ് എക്സ്ചേഞ്ച് 5, ചെക്ക് 6. PBC 456. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലെ ആദ്യത്തെ ഒന്നാണ് പ്രോമിസറി നോട്ട്, സെക്ഷൻ 4 അല്ലേ. സെക്ഷൻ 4 ഓഫ് NA ആക്ടിലാണ് ഏത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പ്രോമിസറി നോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പ്രോമിസറി നോട്ട് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള വ്യക്തി എഴുതിണ്ടാക്കുകയാണ്, ഒരു ബില്ല് എഴുതിണ്ടാക്കുകയാണ്. ഞാൻ ഇന്ന ഡേറ്റിൽ നിനക്ക് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് ആ വ്യക്തി കൊടുക്കാനുള്ള വ്യക്തിക്ക് ആ ഡോക്യുമെൻ്റ് കൊടുക്കുകയാണെങ്കിൽ, ബില്ല് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അതൊരു പ്രോമിസാണ്. ഇന്ന ഡേറ്റിനുള്ളിൽ ഇത്ര രൂപ നിനക്ക് തരാം. തന്നിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന പ്രശ്നം അത് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളായി മാറി. പിന്നെ അതിൻ്റെ കൂടെ എന്താണ്, ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. B ഇതെന്ത് ചെയ്യും, C കൊടുക്കാം, C D കൊടുക്കാം. അങ്ങനെ അതാണ് എന്ത് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും നോക്കാം. ഇറ്റ് മീൻസ് എ സൈൻഡ് ഡോക്യുമെൻറ്റ്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു സൈൻഡ് ഡോക്യുമെൻ്റ് ആണ്. ആരെ സൈൻ ചെയ്യുക? മേക്കർ. ആരാണോ ഇതുണ്ടാക്കുന്നത് അവരെന്നെ സൈൻ ചെയ്യണം. കണ്ടെയ്നിങ് എ റിട്ടൺ പ്രോമിസ് ആണ് ടു പേ എ സ്റ്റേറ്റഡ് സം ഓഫ് സ്പെസിഫൈഡ് പേഴ്സൺ. സ്റ്റേറ്റഡ് സം ടു എ സ്പെസിഫൈഡ് പേഴ്സൺ. സ്റ്റേറ്റഡ് സം ഒരു എമൗണ്ട്, ഒരു തുക ആർക്ക് കൊടുക്കണം? ടു സ്പെസിഫൈഡ് പേഴ്സൺ. അതിലുണ്ടാവും ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന വ്യക്തി ഇതുണ്ടാക്കുകയാണ്. ഞാൻ 25,000 രൂപ ബിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവില്ല, ബീൻ്റെ പേരുണ്ടാവും, അതിൻ്റെ സ്റ്റേറ്റഡ് എമൗണ്ട് ഉണ്ടാവും. ഓർ ടു ദി ബിയറർ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ, ബിയറർക്ക് തന്നെ. ഓർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ് ഓർ ഓൺ ഡിമാൻഡ്. എങ്ങനെയാണ്? അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്, ഒരു സ്പെസിഫൈഡ് ഡേറ്റിന്. ഇപ്പോൾ മാർച്ച് 31 പറയുന്ന ഡേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മാർച്ച് 31-ാം തീയതി, അല്ലെങ്കിൽ മാർച്ച് 31-ാം തീയതി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഓൺ ഡിമാൻഡ്. ഈ 2 സംഗതിയാണ് നമ്മളോട് പഠിക്കേണ്ടത്. ഇത് സൈൻഡ് ഡോക്യുമെൻ്റ് ആണ്. ആര് സൈൻ ചെയ്യുക? ഏതുണ്ടാക്കുന്ന ആൾ സൈൻ ചെയ്യണം. കണ്ടെയ്നിങ് റിട്ടേൺ പ്രോമിസ് ആണ്. ഏതുണ്ടാക്കിയിട്ടുള്ളൊരു പ്രോമിസാണ്. എന്താണ്? ടു പേ എ സ്റ്റേറ്റഡ് സം. എന്ത് ചെയ്യാം? ഒരു പറയപ്പെട്ട എമൗണ്ട് തരാം. ആർക്കാണ്? ടു സ്പെസിഫൈഡ് പേഴ്സൺ, ആ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, സ്പെസിഫൈ ചെയ്തിട്ടുള്ള വ്യക്തിക്ക്. ഓർ ടു എ ബിയറർ, അതിൻ്റെ ബിയറർ ആരാച്ച അവർക്ക്, അതായത് ആ വ്യക്തിക്ക് തന്നെ ആവാം. ആണെങ്കിൽ എക്ക് തന്നെ വേണമെങ്കിൽ എനിക്ക് 1000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതുണ്ടാക്കാം. ബിയറർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്, ഒരു സ്പെസിഫൈഡ് ഡേറ്റിനാവാം. ഓർ ഓൺ ഡിമാൻഡ്, എപ്പോഴാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ആ സമയത്താവും. അതാണ് പ്രോമിസറി നോട്ട്. പ്രോമിസ് കൊടുക്കുക. ഓക്കെ, ഇന്ന ഡേറ്റ് ഇത്ര എമൗണ്ട് തരാം. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഗൽ പ്രശ്നങ്ങൾ നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതോടൊപ്പം തന്നെ കൂട്ടി പഠിക്കണം. സെക്ഷൻ 4 ഓഫ് NA ആക്ടിലെ പ്രോമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡെഫിനിഷൻ മാത്രം പഠിച്ചാലും മതി. ഇത് നിങ്ങൾ പഠിക്കണം ഞാൻ പറയുന്നില്ല. ഈ ഡെഫിനിഷൻ മാത്രം പഠിച്ചാലും മതി. മീനിങ് ചോദിച്ചാലും ഡെഫിനിഷൻ ചോദിച്ചാലും നിങ്ങൾ ഇത് എഴുതിയാൽ മതി. നോക്കിക്കോ, സെക്ഷൻ 4 ഓഫ് NA ആക്ടിൽ പറയുന്നുണ്ട്, എ പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻ റൈറ്റിംഗ്, ഏതുകൊണ്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്? കണ്ടെയ്നിങ്. അതിലെന്തൊക്കെ ഉണ്ടാവും? അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. കണ്ടീഷൻ വെച്ചിട്ടില്ല. സൈൻഡ് ബൈ ദി മേക്കർ. ആരാ സൈൻ ചെയ്യുന്നത്? മേക്കർ. എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ക്യാഷ് കൊടുക്കാണ്ടെങ്കിൽ എ തന്നെയാണ് സൈൻ ചെയ്യുന്നത്. ടു പേ എ സെർട്ടൻ സം ഓഫ് മണി. എന്താണ് സൈൻ ചെയ്യുന്നത്? ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് സൈൻ ചെയ്യുന്നത്. ഓൺലി ടു, ഇത്ര എമൗണ്ട് മണി മാത്രം. അല്ലെങ്കിൽ ഓർ ടു ദി ഓർഡർ ഓഫ് സെർട്ടൻ പേഴ്സൺ ഓർ ടു ദി ബിയറർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഒന്നെങ്കിൽ വേറൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഓർഡർ ആക്കി. അത് നമ്മൾ ഓർഡർ ചെക്കും ബിയർ ചെക്കും അല്ലെങ്കിൽ ഓർഡർ ഇൻസ്ട്രുമെൻറ്റും ബിയർ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഓർഡർ ഓഫ് സെർട്ടൻ പേഴ്സൺ ഓർ ടു ദി ബിയറർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് മനസ്സിലാക്കുക. സെക്ഷൻ 4 ഓഫ് NA ആക്ട്, എ പ്രോമിസറി നോട്ടീസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോമിസറി നോട്ടാണ്. അൺകണ്ടീഷണൽ ഓർഡർ ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്കാൻ വരിക. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണോ അത് പ്രോമിസറി നോട്ടാണ്. അൺകണ്ടീഷണൽ ഓർഡർ ആക്കിയാൽ മതി. ഇവിടെ ഓർഡർ ആക്കിയാൽ തന്നെ എന്തായി മാറും എന്നറിയോ? അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി മാറും. ഓക്കെ, അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദി മേക്കർ ടു പേ എ സെർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദി ഓർഡർ ഓഫ് സെർട്ടൻ പേഴ്സൺ ഓർ ടു ദി ബിയറർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഈ ഡെഫിനേഷൻ പഠിക്കുക, എന്താണെന്ന് കാര്യം മനസ്സിലാക്കുക. ഓക്കെ,
ഇനി പ്രോമിസറി നോട്ടിൽ 2 പാർട്ടീസാണ് ഉണ്ടാവുക. രണ്ട് പാർട്ടീസാണ് പ്രോമിസറി നോട്ട് ഉണ്ടാവുക. 2 പാർട്ടീസ്. ഒന്ന് മേക്കർ അല്ലെങ്കിൽ ഡ്രോവർ, അതോടൊപ്പം തന്നെ പേയി ഉണ്ടാവും. 2 വ്യക്തി. മേക്കർ എന്ന് പറഞ്ഞാൽ എ, ബി പേയി. അതായത് ആർക്കാണോ ക്യാഷ് കിട്ടുന്നത് അവരാണ് പേയി. ആരാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇത് മേക്കർ അല്ലേ, ഈ ബില്ല് എഴുതിണ്ടാക്കുന്ന ആളാരാണോ അവരാണ് എന്ത് മേക്കർ ഓർ ഡ്രോവർ. ദ പേഴ്സൺ ഹു മേക്സ് പ്രോമിസറി നോട്ട്. ആരാണോ പ്രോമിസറി നോട്ട് മേക്സ് നിർമ്മിക്കുന്നത്, എഴുതിണ്ടാക്കുന്നത്, സൈൻ ചെയ്യുന്നത് അവരാണ് ആര് മേക്കർ ഓർ ഡ്രോവർ. പേ പറഞ്ഞാൽ ദ പേഴ്സൺ ടു വും ദി എമൗണ്ട് ഈസ് പേബിൾ. ആർക്കാണോ ഈ എമൗണ്ട് കൊടുക്കുന്നത് അവരാണ് പേ. അപ്പോൾ പ്രോമിസറി നോട്ടിൽ 2 വ്യക്തികൾ ഉണ്ടാവുള്ളൂ. ആരൊക്കെയാണ്? ഡ്രോവർ അല്ലെങ്കിൽ മേക്കർ, അതോടൊപ്പം തന്നെ പേയും. ഈ 2 ആൾക്കാരെ ഉണ്ടാവുള്ളൂ പ്രോമിസറി നോട്ടിൽ. ഓക്കെ, അപ്പോൾ പ്രോമിസറി നോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഈ ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റും. സൈൻഡ് ഡോക്യുമെന്റ് കണ്ടെയ്ൻ എ റിട്ടൺ പ്രോമിസ് ടു പേ എ സ്റ്റേറ്റഡ് സം ടു എ സ്പെസിഫൈഡ് പേഴ്സൺ ഓർ ടു ബിയറർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ് ഓർ ഓൺ ഡിമാൻഡ്. ഓക്കെ, ഇനി നമുക്ക് പ്രോമിസറി നോട്ടിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിലൊന്നാമത്തതാണ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഒരു പ്രോമിസറി നോട്ട് എന്തായിരിക്കണം? എഴുതി കൊണ്ടായിരിക്കണം. അത് ഓറലായിട്ട് കാര്യമല്ല, എഴുതി കൊണ്ട് തന്നെ ആയിരിക്കണം. രണ്ടാമത്താണ് പ്രോമിസ് ടു പേ. ഇതെന്താണ്? ഞാൻ ഇത്ര രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇല്ലൊരു പ്രോമിസാണ് അല്ലേ, അതാണ് പ്രോമിസ് ടു പേ ആയിരിക്കണം. മൂന്നാമത്താണ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആയിരിക്കണം. അതായത് പ്രോമിസറി നോട്ടാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും ഒക്കെ അൺകണ്ടീഷണൽ ആയിരിക്കണം. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വെച്ചിട്ടാവരുത്. ഇപ്പം നാളെ എയും ബിയും തമ്മിൽ അവരെ കല്യാണം നടക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 50,000 രൂപ തരാം. അത് കണ്ടീഷനായി. ആ കല്യാണം നടന്നോളൂ വല്ല ഉറപ്പുണ്ടോ? ഇല്ല. നാളെ ഈ ബി എന്ന് പറയുന്ന ആൾ മരിച്ചാൽ നിനക്ക് നാളെ മരിച്ചാൽ ഒരു 10,000 രൂപ നിനക്ക് തരാം. അതെന്താണ്? കണ്ടീഷനായി. മരിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? നാളെ മരിക്കുന്നില്ല ഉറപ്പാണ്, പക്ഷെ നാളെ മരിക്കുന്ന ഉറപ്പില്ല. എന്നാൽ ഇങ്ങനെ ആവാം, ബി മരിച്ചിട്ട് ഞാൻ നിനക്ക് 5,000 രൂപ തരാം. അത് കണ്ടീഷനല്ല, അത് അൺകണ്ടീഷണലാണ്. കാരണം ബി മരിക്കുന്ന ഉറപ്പാണ്, പക്ഷെ എന്നാ മരിക്കുന്ന അറിയില്ലല്ലോ. നാളെ മരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കണ്ടീഷനായി മാറി. എന്നാൽ മരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അത് അൺകണ്ടീഷണലായി. ഓക്കെ, അപ്പോൾ അതാണ് ഒരിക്കലും കണ്ടീഷണൽ ആവാൻ പാടില്ല. പ്രോമിസറി നോട്ടാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും ഉള്ള പ്രത്യേകത അതാണ്, കണ്ടീഷണൽ ആവാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിയും സിയും തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കാനും സാധ്യതയുണ്ട്, കഴിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കഴിക്കുകയാണെങ്കിൽ തരാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ കണ്ടീഷനായി മാറി. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അൺകണ്ടീഷൻ ആയിരിക്കണം, ഒരിക്കലും കണ്ടീഷൻ ആവാൻ പാടില്ല. നാളെ ആ ബസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഒന്നും വീട് ഉപയോഗിക്കാൻ പാടില്ല. ആ ബസ് വന്നാൽ അത് നമുക്ക് ഉറപ്പില്ല, എന്നും വരുന്ന ഉറപ്പില്ല അല്ലേ. നമുക്ക് എന്നാൽ നേരത്തെ പറഞ്ഞ പോലത്തെ മരണത്തിൻ്റെ കേസാണെങ്കിൽ അയാൾ മരിച്ചിട്ട് തരാമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് എന്താണ്? അൺകണ്ടീഷണൽ. മരിക്കും, ഏതൊരു മനുഷ്യനും മരിക്കുന്നില്ല കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അതാണ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. മറ്റൊന്നാണ് ഡെഫിനിറ്റ് സം ഓഫ് മണി. എന്തായിരിക്കും? ആ എമൗണ്ട് എത്രയാണെന്നുള്ളതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. 50,000 ആണെങ്കിൽ 50,000 രൂപ എന്ന് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. മസ്റ്റ് ബി സൈൻഡ് ബൈ ദി മേക്കർ ഡ്രോവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഞാൻ എത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റേ മേക്കർ മസ്റ്റ് ബി സർട്ടൺ പേഴ്സൺ. മേക്കറുടെ പേര് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരാളെ മേക്കറാക്കി വെച്ചിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഞാനാണ് കൊടുക്കുന്നത്, എൻ്റെ പേര് എഴുതിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സൈൻ ചെയ്ത് എൻ്റെ പേരിലായിരിക്കണം ആ പ്രോമിസറി നോട്ട് ഉണ്ടാവേണ്ടത്. അതാണ് സർട്ടൺ പേഴ്സൺ ആയിരിക്കണം. പേ മസ്റ്റ് ബി ഡെഫിനിറ്റ് പേഴ്സൺ. പേ അതേപോലെ തന്നെ പേയിൻ്റെ പേരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം ഇന്ന വ്യക്തിയാണെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആർക്കും കൊടുക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഡെഫിനിറ്റ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് പ്രോമിസറി നോട്ടുള്ളത്. ആ പ്രോമിസറി നോട്ടിൻ്റെ ഡിഫിനിഷനുള്ളത് തന്നെയാണിത്. ഡെഫിനിഷനുള്ള ആ കാര്യങ്ങൾ തന്നെയാണിത്. എന്താണ്? റൈറ്റിംഗ് ആയിരിക്കണം, പ്രോമിസ് ആയിരിക്കണം, അൺകണ്ടീഷൻ ആയിരിക്കണം, ഡെഫിനിറ്റ് സം ഓഫ് മണി ആയിരിക്കണം, മേക്കർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ സർട്ടൻ പേഴ്സൺ ആയിരിക്കണം മേക്കറും പേ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.